അല്ല, ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചേ? ഈ ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ അങ്ങ് അവസാനിപ്പിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ബായി ബായി ആയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് സംഭവിച്ചു? ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നിയേക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ. പക്ഷേ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ നയപരമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാർ എത്തുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും ഇനി മുതൽ ഭായ് ഭായ് ആയാലോ എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. കാരണം ഈ തർക്കങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം കേന്ദ്രം അയക്കുന്ന ആൾ, ആ ആളിന് ഉള്ള BJP ബന്ധം, RSS ബന്ധം, ഇതൊക്കെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്ത് എന്തൊക്കെ കണ്ടതാണ് കേരള നിയമസഭ അടക്കം. പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിനുശേഷം വന്ന അർലേക്കറുമായിട്ടും ആ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചു. അത് ഭാരതാംബ വിവാദവുമായിട്ടായിരുന്നു. ആ ഭാരതാംബ വിവാദവും കത്തി നിൽക്കുന്ന ഇടയിലും അതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കാൻ കഴിയാതായി പോയിരുന്നൊരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു. എന്തായാലും ഗവർണറുമായിട്ട് എല്ലാ പോരാട്ടങ്ങളും അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു. രാജ്ഭവന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഗവർണർക്ക് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയിരിക്കുന്നു. അതിനോടൊപ്പം അധിക തുക അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാലിക്കറ്റ് വൈസ് ചാൻസലർ നിയമനത്തിൽ സർവകലാശാല പ്രതിനിധിയെ നൽകിയും സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എന്തിനാണാവോ? ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കൈക്കൊണ്ട BJP അനുകൂല നിലപാടുകൾക്കെതിരെ CPIയും ഇടത് യുവജന സംഘടനകളും പരസ്യമായി രംഗത്തെത്തിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഭാരതാംബ വിഷയം പോലുള്ള രാഷ്ട്രീയ നിലപാടുകളിൽ രാജ്ഭവനുമായിട്ട് ഇടതു സർക്കാർ നിരന്തരം നടത്തി വന്നിരുന്ന പോരാട്ടമാണ് ഇതാ ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് പിണറായി വിജയൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിൽ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് രാജ്ഭവന് വേണ്ടിയിട്ട് സർക്കാർ കഴിഞ്ഞ ദിവസം ഏകദേശം അധിക ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. 25 ലക്ഷം രൂപയുടെ അധിക ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ധനവകുപ്പ് ഇപ്പോൾ അനുവദിച്ചു നൽകിയിരിക്കുന്നത്. 2025-26 കാലഘട്ടത്തിൽ രാജ്ഭവന് 25 ലക്ഷം രൂപ ബജറ്റ് വിഹിതം വകയിരുത്തിയിരുന്നു. അപ്പോൾ ഇതിനു പുറമെയാണ് ഇപ്പോൾ 25 ലക്ഷം രൂപ കൂടി അധികമായിട്ട് അനുവദിച്ചിരിക്കുന്നത്. 2023-24 16.25 ലക്ഷം രൂപയായിരുന്നു രാജ്ഭവന് നൽകിയിരുന്നത്. ഇപ്പോൾ അത് 3 ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചു, 50 ലക്ഷമായി ഉയരുകയാണ് എന്നർത്ഥം. അപ്പോൾ ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഗസ്റ്റ് 18 പണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ഈ സാമ്പത്തിക വർഷം രാജ്ഭവന്റെ ചെലവുകൾക്ക് 13.94 കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിരുന്നത്. എന്നാൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ഔദ്യോഗിക വാഹനമായിട്ടുള്ള മെഴ്സുറസ് ബെൻസ് കാറിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് 5 ലക്ഷം രൂപ അധികമായി ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞയാഴ്ച അനുമതി നൽകിയിരുന്നു. അപകടത്തെ തുടർന്നുണ്ടായ കേടുപാടുകൾ പരിഹരിക്കുന്നതിനായിട്ടാണ് തുക അനുവദിച്ചത് പോലും. നിലവിലുള്ള സാമ്പത്തിക നിയന്ത്രണ ഉത്തരവുകളിൽ ഇളവ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ തുകകൾ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി അതിനകത്തുണ്ട്. ബെൻസുകാരന് ആവശ്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അധിക ചിലവ് സർക്കാർ വഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ സേവിങ്സ് വഴി ഈ അധിക ചിലവ് ക്രമപ്പെടുത്തുവാൻ ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനോട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ചുമതല ഏറ്റെടുത്തത് മുതൽ സർക്കാരുമായിട്ട് ഇടഞ്ഞാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ കേരള സംസ്ഥാനത്തിലെ എല്ലാവർക്കും അറിയാം. ഗവർണറുടെ പരിപാടി ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇതിനിടെ ഉണ്ടായതെന്ന് നമ്മൾ കണ്ടതാണ്. പോര് തുടരുന്നതിനിടെ ഗവർണറുടെ അധികാര പരിധി സംബന്ധിച്ച് വിശദീകരിക്കുന്ന പാഠഭാഗവുമായിട്ട് സ്കൂൾ പുസ്തകം വരെ സർക്കാർ പുറത്തിറക്കിയതും നമ്മൾ കണ്ടതാണ്. ഇത്ര പെട്ടെന്ന് ഇത് മാറും. അതുപോലെ തന്നെ വൈസ് ചാൻസലർ നിയമനം, ആ വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകാതിരുന്ന CPM പ്രതിനിധിയെ നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അതോടെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് രാജ്ഭവൻ ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സർവകലാശാല സെർച്ച് കമ്മിറ്റികളിലേക്ക് സർക്കാർ പ്രതിനിധിയെ നൽകാത്തതിനാൽ വൈസ് ചാൻസലർ നിയമനങ്ങൾ കഴിഞ്ഞ 2 വർഷമായി നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിന് മാറ്റമുണ്ടാകാൻ പോകുന്നു. അപ്പോൾ ഒരു സർവകലാശാല ഒഴികെ മറ്റ് 13 സർവകലാശാലകളിലും താൽക്കാലിക വൈസ് ചാൻസലർമാരാണ് ഇപ്പോൾ ഉള്ളത്. ഗവർണർ സർക്കാർ പോര് സർവകലാശാലകളുടെ പ്രവർത്തനത്തെയാണ് പ്രധാനമായിട്ടും പൂർണ്ണമായി ബാധിച്ചത്. അനുരഞ്ജന നീക്കങ്ങളിലൂടെ ഇനിയൊരു പോരാട്ടത്തിനില്ലെന്ന സന്ദേശമാണ് പിണറായി വിജയൻ ഇതിലൂടെ നൽകുന്നത്. പക്ഷേ ഈ അനുരഞ്ജന സമ്മേളനം അല്ലെങ്കിൽ അനുരഞ്ജന പരിപാടി എന്ന് പറയപ്പെടുന്നത് എന്ത് നയത്തിന്റെ പേരിലാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ രാജേന്ദ്ര ആർലേക്കർ എന്നാണോ ഗവർണറായിട്ട് ഇവിടെ ചുമതല ഏറ്റെടുത്തത് അതുമുതൽ രാജേന്ദ്ര ആർലേക്കറും CPMഉം പിണറായി വിജയനുമായിട്ട് ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഭാരതാംബ വിവാദത്തിൽ അടക്കം വിഷയങ്ങൾ വളരെ വഷളായതുമാണ്.
എന്നിട്ട് പോലും ഇപ്പോൾ അതിൽ നിന്നൊരു പിന്നാക്കം പോകൽ CPIയും യുവജന സംഘടനകളും CPMന്റെയും CPIയുടെയും യുവജന സംഘടനകൾ അടക്കം രാജേന്ദ്ര അർലേക്കറിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടു റോഡിൽ നടത്തിയിട്ട് പോലും ഈ പാർട്ടിക്ക് കുലുക്കമില്ലായിരുന്നു. വളരെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നു. അധിക തുക രാജ്ഭവൻ അനുവദിക്കുന്നു. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിനിധി അയക്കാൻ തയ്യാറാകുന്നു. ഇങ്ങനെ രാജ്ഭവന് തൃപ്തിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത്. അപ്പോൾ ഗവർണർ ആർലേക്കറെ സന്തോഷപ്പെടുത്തുവാനും ഒപ്പം തന്നെ RSSനെ ഒന്നുകൂടി അവരുടെ കൈകളിലേക്ക് എടുക്കുവാനും അങ്ങനെ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുപോകുവാനുള്ള ഒരു ശ്രമം പിണറായി വിജയന്റെ ബുദ്ധിയിൽ ഉദിക്കുന്നതാണ്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് 1448 കോടി രൂപ ലഭിക്കേണ്ട സാഹചര്യത്തിൽ PM ശ്രീ പദ്ധതി CPIയുടെ ഇടയൽ കൊണ്ട് തന്നെ അത് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ കേന്ദ്ര ഫണ്ടുകൾ കുറയുകയും കേന്ദ്ര ഫണ്ടുകൾ സർവശിക്ഷാ അഭിയാൻ പോലുള്ള പദ്ധതികൾക്കുള്ള ഫണ്ട് പോലും നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ ഇനിയുള്ള വരും ദിവസങ്ങളിൽ കേന്ദ്ര പദ്ധതികൾ അടക്കം അടഞ്ഞു പോകുന്ന ഒരു അധ്യായമാകും. മാത്രമല്ല കഴിഞ്ഞ ദിവസം അതിദാരിദ്ര്യ മുക്ത കേരളം കൂടി പ്രഖ്യാപിച്ചതോടുകൂടി കേന്ദ്ര ഫണ്ടുകളിൽ 60% കുറവ് വരുവാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാജേന്ദ്ര അർലേക്കറെ ഇങ്ങനെ സോപ്പിട്ട് മയപ്പെടുത്തി അദ്ദേഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് കേന്ദ്ര സഹായങ്ങൾ അധികമായി നേടിയെടുക്കുവാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ കേന്ദ്രത്തിനെ മയപ്പെടുത്തിയെടുക്കുക, കേന്ദ്ര ഫണ്ടുകൾ കേരളത്തിലേക്ക് വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അപ്പോൾ പണം എവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ പണം എവിടെ നിന്ന് ലഭിക്കുമോ ആ മേഖലകളിൽ നിന്നൊക്കെ പണം സ്വരൂപിക്കുന്നതിനും ആ പണം സ്വരൂപിച്ച് അത് വകമാറ്റി ചിലവഴിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്ത് നിലപാടുകൾ മാറ്റം വരുത്തുന്നതിനും ഒരു ഉളുപ്പുമില്ലാത്ത പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. നയമില്ലാത്ത നിലപാടുകളില്ലാത്ത ഒരു പാർട്ടിയായി തീർന്നിരിക്കുന്നു. RSSന്റെ രഹസ്യ അജണ്ട ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ അതേ CPM തന്നെയാണ് കഴിഞ്ഞ 2024 തന്നെ ഉറപ്പ് നൽകിയത് PM ശ്രീ പദ്ധതി അടക്കം ഇവിടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് 2025 നടപ്പിലാക്കാൻ അത് ആ MOU ഒപ്പിട്ടത്. എന്നിട്ട് പോലും ഇപ്പോഴും പറയുന്നു RSS അജണ്ട നടപ്പാക്കലല്ല പദ്ധതി, ഞങ്ങളുടെ മിനിമം പരിപാടി അതല്ല എന്ന് പറയപ്പെടുമ്പോഴും RSS BJP പറയുന്ന അവർ മുന്നോട്ട് വെക്കുന്ന ഈ ഇവരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അവർ സ്വീകരിക്കുന്ന നിലപാടുകളോടൊപ്പം ചേർന്ന് പോകുന്ന നിലപാടുകൾ CPM കൈക്കൊള്ളുന്നു, പിണറായി വിജയൻ കൈക്കൊള്ളുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, അവസാനത്തെ ഉദാഹരണമാണ് ഈ PM ശ്രീ വിവാദം. PM ശ്രീ വിവാദത്തിൽ അടക്കം അവർ പറയുന്നത് എന്താണ്, നമുക്ക് കേന്ദ്രത്തിന്റെ പണം നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രം നമ്മൾ ഒപ്പിട്ടതാണ് എന്നുള്ളതാണ്. അങ്ങനെ കേന്ദ്രത്തിന്റെ ഫണ്ടിന് വേണ്ടി മാത്രം ഒപ്പിടുന്ന പദ്ധതിയാണോ ഈ PM ശ്രീ പദ്ധതി എന്ന് പറയപ്പെടുന്നത്? കേന്ദ്രം പറയുന്നത് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു ഫെഡറൽ സംവിധാന വ്യവസ്ഥിതിയിൽ കഴിയുന്ന നമ്മുടെ സംസ്ഥാനത്തിന് അതിൽ നിന്ന് പിന്നാക്കം പോകാൻ കഴിയുമോ? അപ്പൊ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചുകൊണ്ട് രാജേന്ദ്ര അർലേക്കറുമായിട്ടും ഒപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റുമായിട്ടും ഒരു മയപ്പെടുത്തൽ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഇവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇനി രാജേന്ദ്ര അർലേക്കർ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കേന്ദ്രത്തിന് ധരിപ്പിക്കുകയാണെങ്കിൽ കേരളവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഇനി കേന്ദ്രത്തിന്റെ ഫണ്ടടക്കം നിലയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി എത്തുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് പോകരുത് എന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ചില അധിക സംഭവങ്ങൾ ഗവർണർക്ക് വേണ്ടി ചെയ്യുന്നത്. ഇനി ഗവർണറും ഞാനും ബായി ആണ് എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് ഒരു നിലപാടോ നയമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് വരുന്നവരാണ് ഈ RSSും BJPയും എന്ന് വാദോരാതെ പറഞ്ഞിരുന്ന പിണറായി വിജയനും CPMന്റെ നേതാക്കളും CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയും ആ നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. CPI എടുത്ത നിലപാട് പോലും എടുക്കുവാൻ CPMന് കഴിയുന്നില്ല. വെറും 16 സീറ്റുകളുള്ള അത്രത്തോളം വലിയ ശക്തിയൊന്നുമില്ലാത്ത പാർട്ടിയായിട്ടുള്ള CPIക്ക് പോലും നയങ്ങളിൽ നിലപാടുകളിൽ വ്യക്തതയുള്ളപ്പോഴും CPMന് അത് കഴിയുന്നില്ല എന്നുള്ളത് ആ പാർട്ടിയുടെ ഗതികേടാണ്. അധികാരത്തിന് വേണ്ടി ആരുടെ കയ്യും കാലും പിടിക്കുവാനും തയ്യാറാണ് എന്നുള്ളതിന്റെ സൂചനകൾ ഈ പഴയ കാലത്തൊക്കെ പാർലമെന്ററി ജനാധിപത്യത്തോട് സലാം പറഞ്ഞിരുന്നവർ ഇപ്പൊ പാർലമെന്റിലെ അധികാരത്തെ മാത്രം കൈയാളാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വിരോധാഭാസം കൂടി ഇതിന് പിന്നിലുണ്ട്. അധികാരത്തിൽ നിന്ന് മാറുവാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഈ ഗവർണറും ഒപ്പം തന്നെ പിണറായി വിജയനും തമ്മിലുള്ള ഈ അനുരഞ്ജനം എന്ന് പറയേണ്ടിയിരിക്കുന്നു.